102 സീറ്റുമായി അധികാരത്തിലേറിയ UDFന്റെ കേരളത്തിലത്തെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ കേട്ട് കാണുമല്ലോ. 102 സീറ്റുമായിട്ട് വന്ന ശേഷവും KC, RC, VD എന്നിവർ തമ്മിൽ അധികാരം വടംവലി ആര് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ പിടിപ്പുകേട് മാത്രമാണ്. ഇത് മാത്രമല്ല, ഇതിനു മുന്നിലുണ്ടായ കോൺഗ്രസിന്റെ അപജയത്തിനും കാരണം ഈ കുടുംബത്തിന്റെ പിടിപ്പുകേട് ആണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കമാൻഡ് ഈസ് റിയലി ഹൈ എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെ ഒരു ഡിസിഷനെ സമയത്ത് ഡിസിഷൻ എടുക്കാത്തത് മൂലം, തെറ്റായ ഡിസിഷൻ എടുക്കുന്നത് മൂലം, അല്ലെങ്കിൽ ശരിയായ ഡിസിഷൻ തെറ്റായ സമയത്ത് എടുക്കുന്നത് മൂലം പല അവസരങ്ങളിലും തങ്ങളുടെ പാർട്ടിയെ ഇല്ലാതാക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഉദാഹരണത്തിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ഈ അപജയത്തിന് കാരണം ഇവരുടെ ഈ പിടിപ്പുകാട് ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർണാടക ഇലക്ഷന്റെ ഉദാഹരണം തന്നെ എടുത്താൽ DK ശിവകുമാർ നേതൃത്വത്തിലാണ് കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിൽ വരുന്നത്. എന്നാൽ അധികാരത്തിൽ വന്ന ഉടനെ അധികാര വടംവലി ഇവിടത്തെ പോലെ സിദ്ധാരാമയ്യയും DK ശിവകുമാറും തമ്മിലുണ്ടായി. അവസാനം രണ്ടര വർഷം എന്ന ഒരു കോംപ്രമൈസ് ഫോർമുല ഉയർത്തിക്കൊണ്ട് അതിനെ സോൾവ് ചെയ്യുകയായിരുന്നു. എന്നാൽ 2.5 വർഷത്തിന് ശേഷം സിദ്ധാരാമയ്യ തങ്ങളുടെ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. DK ശിവകുമാർ പതിവ് പോലെ MLA കൊണ്ട് പരേഡ് ചെയ്യുകയും അതിന്റെ ഫലമായി ഒരു റിവൈസ്ഡ് കോംപ്രമൈസ് ഫോർമുല അവതരിപ്പിക്കുകയും ചെയ്തു. ആ റിവൈസ്ഡ് കോംപ്രമൈസ് ഫോർമുല പ്രകാരം 3.5 വർഷത്തിന് ശേഷം DK ശിവകുമാർ അടുത്ത ഇലക്ഷന് നയിക്കുന്നത് DK ശിവകുമാർ ആയിരിക്കും എന്നതായിരുന്നു അതിന്റെ കണക്ക്. എന്നാൽ ഇനി 3.5 വർഷമാവുമ്പോഴേക്കും വീണ്ടും ഇത് തെറ്റുമെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇത് തന്നെയാണ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുണ്ടായത്. അവിടെയും ഇതേ ഫോർമുല വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അധികാരമില്ലാത്തതിനാൽ ഹൈക്കമാൻഡിനെ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന അശോക് ഗെഹ്ലോട്ട് വരെ പറ്റില്ല എന്ന് വ്യക്തമായി പറയുകയുണ്ടായി. അതിനുശേഷം അധികാരം കൈമാറ്റം നടത്താൻ കഴിയാതെ തുടർന്നു വന്ന ഇലക്ഷനിൽ അശോക് ഗെഹ്ലോട്ട് അമ്പെ തകർന്നിടിഞ്ഞ് BJP അവർക്ക് പകരം അധികാരത്തിൽ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് ഡൽഹിയിലെ ആപ്പ് സർക്കാരിനെതിരെ കോൺഗ്രസ് ഒരു സഖ്യത്തിൽ ഏർപ്പെടാതെ മത്സരിച്ചുകൊണ്ട് കാണിച്ചത്. കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടാതെ ആപ്പിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് മത്സരിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് BJP എന്ന പാർട്ടിക്ക് വളരെ നാളുകൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. പല മണ്ഡലങ്ങളിലും വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതിരുന്നെങ്കിൽ, കോൺഗ്രസും ആപ്പും ചേർന്ന് മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആപ്പ് അധികാരത്തിൽ നിന്ന് പുറത്താകുമായിരുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ തന്നെ ഡൽഹിയിലത്തെ പരാജയം ഇടയാക്കി. അങ്ങനെ തന്നെ വീണ്ടും നോക്കുകയാണെങ്കിൽ പല അവസരത്തിലും ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ രാഹുൽ ഗാന്ധി വഴിയിൽ ഇട്ടെറിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. തങ്ങൾ ജയിച്ച ഇലക്ഷനുകളിൽ EVM പെർഫെക്റ്റ് ആണ്, ഇലക്ഷൻ കമ്മീഷൻ ഓക്കെയാണ്. എന്നാൽ തങ്ങൾ തോറ്റാൽ അവിടെ EVM സ്കാമായി, ഇലക്ഷൻ സ്കാമായി, പേപ്പർ ബാലറ്റ് വേണം, SIR പ്രശ്നങ്ങളായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ SIR പ്രശ്നം കേരളത്തിലും വോട്ടേഴ്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ വോട്ടേഴ്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ വോട്ടേഴ്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്, ആസാമിൽ വോട്ടേഴ്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ആസാമിലെയും വെസ്റ്റ് ബംഗാളിലെയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത റിസൾട്ടിനെ തള്ളിപ്പറയുകയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തങ്ങൾക്ക് അനുകൂലമായ റിസൾട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ എന്ത് വിഡ്ഢിവേഷമാണ് സ്വയം കെട്ടിയത് രാഹുൽ ഗാന്ധി എന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇത്തരം സെലക്റ്റീവ് ഔട്ട്റേജ് ഒരിക്കലും ഗുണപരമായിരിക്കുകയില്ല എന്ന് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഈ ലോകത്ത് മനസ്സിലാക്കേണ്ടതാണ്. പണ്ട് കാലത്ത് മീഡിയാസ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയും കവർ ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥിതി നിലവിലില്ല. മുസ്ലിം ഈ വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ TMCയുമായി സഖ്യത്തിൽ ഏർപ്പെടാതെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു. അതിന് ഒരു പരിധിവരെ മമതാ ബാനർജിയും കാരണക്കാരിയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഏതാനും സീറ്റുകൾ കോൺഗ്രസിനോ CPMനോ കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ താൻ ഒറ്റയ്ക്ക് തന്നെ ജയിക്കും എന്നുള്ള വാശി കാരണം അവരെയെല്ലാം പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ അലയൻസ് എന്നതിനെ നാമാവശേഷമാക്കി മമത നടത്തിയ ഈ നാടകം അവർക്ക് തന്നെ ദോഷം ചെയ്തു. മുസ്ലിം മെജോറിറ്റി സീറ്റ്സ് ആയ മുർഷിദാബാദിൽ പോലും TMCക്ക് അടിപതറാൻ ഇടയായി. കോൺഗ്രസ് കാൻഡിഡേറ്റ്സും CPI കാൻഡിഡേറ്റ്സും TMCയിലെ തന്നെ ഹുമയൂൺ കബീറും TMCയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ
പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസികളിലും മാൾഡ പോലത്തെയുള്ള സ്ഥലങ്ങളിൽ BJP കാൻഡിഡേറ്റ്സ് ജയിച്ചു. ശ്രദ്ധിക്കേണ്ടത് ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും BJP നിർത്തിയില്ല എന്നുള്ളതും കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ മാറ്റിക്കൊണ്ടുവരികയും ഒന്നിലും ഉറച്ചു നിൽക്കാതെ ആടിക്കളിക്കുകയും നാഷണലിസ്റ്റിക് ആയ പട്ടാളത്തിന് വിജയം നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കാര്യങ്ങളെ തള്ളിപ്പറയുകയും ഇറാൻ പ്രശ്നത്തിൽ സംയോജിതമായി വിട്ടുനിൽക്കുമ്പോൾ അതിലിടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ഇമ്മെച്യൂരിറ്റിയെയാണ് കാണിക്കുന്നത്. ഫൈനലി ഹൈക്കമാൻഡിന്റെ ഏറ്റവും മോശം ഡിസിഷനുകളിൽ ഒന്നായി കാണാവുന്നത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത ഡിസിഷനാണ്. 28 സീറ്റിൽ മത്സരിച്ചത് DMKയുടെ സപ്പോർട്ടോടുകൂടെ 5 സീറ്റ് അവർക്ക് ലഭിച്ചു. TVK അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. അവർക്ക് 2 മിനിസ്റ്റീരിയൽ ബർത്താണ് അവകാശവാദം. ഈ 2 മിനിസ്റ്റീരിയൽ ബർത്ത് കിട്ടി എന്ന് തന്നെ കരുതുക. ഇന്ന് രാഹുൽ ഗാന്ധി വിജയുടെ സ്വയറിംഗ് ഇൻ സെറിമണിയിൽ മുഖ്യാതിഥിയായി അവിടെ ഇരിക്കുന്നതും കുശലാന്വേഷണം നടത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ DMK 22 സീറ്റ് ലോക്സഭയിലും 10 സീറ്റ് രാജ്യസഭയിലും ഉള്ള ഒരു കക്ഷിയാണ്. 9 സീറ്റ് DMK സപ്പോർട്ടോടുകൂടി കോൺഗ്രസ് തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഒരു രാജ്യസഭാ സീറ്റും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് DMKയുടെ സപ്പോർട്ടോടുകൂടെ. കോൺഗ്രസിന് തമിഴ്നാട്ടിൽ യാതൊരു വക സംഘടനാ ബലവുമില്ല. DMKയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് വട്ടപൂജ്യം തന്നെയാണ്. ഇതറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് TVKയുടെ സപ്പോർട്ട് കൊടുത്തതിലൂടെ DMK സെപ്പറേറ്റ് ബ്ലോക്ക് ആയിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കോൺഗ്രസ് 10 കൊല്ലം പ്രതിപക്ഷത്തായിരുന്ന കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ഇത്തരം ഒരു നിലപാടെടുത്താൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നോ? ഒരിക്കലുമില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് കാണിച്ച രാഷ്ട്രീയ മര്യാദ എന്തുകൊണ്ട് കോൺഗ്രസ് DMKയോട് കാണിച്ചില്ല എന്ന് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. സ്റ്റാലിൻ തീർച്ചയായിട്ടും സത്യസന്ധനോ പൊളിറ്റിക്കലി കറക്റ്റോ അഴിമതിരഹിതനോ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സഖ്യത്തെ മാനിക്കുകയും തങ്ങൾക്ക് കൂടി ജയിക്കാവുന്ന സീറ്റുകൾ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യ അലയൻസ് നിലനിർത്താൻ വേണ്ടി കഴിവതും പരിശ്രമിച്ച ഒരാളാണ്. മറ്റു ഇന്ത്യ അലയൻസിലെ പാർട്ടികളായ RJD, SP, TMC മുതലായവർ രാഹുൽ ഗാന്ധിയെ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആകണം എന്ന് ഉറക്കെ ആവശ്യപ്പെട്ട ഒരു നേതാവാണ് സ്റ്റാലിൻ. അങ്ങനെ ഉള്ള ഒരു സഖ്യകക്ഷിയെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിൽ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ട് കോൺഗ്രസ് കാണിച്ച ഈ നടപടി മറ്റു സഖ്യകക്ഷികളിൽ എന്ത് വിശ്വാസമാണ് ഉണ്ടാക്കുക? അടുത്ത് തന്നെ UP ഇലക്ഷൻ വരികയാണ്. ബീഹാറിലെ RJDയുമായിട്ടുള്ള സഖ്യത്തിൽ RJD തോറ്റതിനാൽ SP അഖിലേഷ് കോൺഗ്രസിന് എത്ര സീറ്റ് കൊടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ വരുന്ന പക്ഷം മുസ്ലിം മെജോറിറ്റി മണ്ഡലങ്ങളിൽ പോലും SP കോൺഗ്രസ് വോട്ട് സ്പ്ലിറ്റ് ആക്കുന്നത് മൂലം BJP ശക്തമായി യോഗിയുടെ കീഴിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ എന്ന അലയൻസിനെ ഉണ്ടാക്കിയതും ഇല്ലാതാക്കിയതും രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേടാണ് എന്ന് തന്നെ വേണം പറയാം. ഒറ്റയ്ക്ക് മത്സരിച്ച് BJPക്ക് എതിര് വരണമെങ്കിൽ അങ്ങനെ പോവുക, അലയൻസായി മത്സരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു പേര് കൊണ്ട് മാത്രം ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇൻഡിസിഷനും ലെയിൻ ഡിസിഷനും ഇൻഡിസിസീവ്നെസ്സും എല്ലാം ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്നു. 102 സീറ്റ് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളുടെ എതിർകക്ഷിയായ CPMനോടുള്ള വിദ്വേഷം കൊണ്ടാണ്. 5-6 ദിവസം കൊണ്ട് അവരായിരുന്നു ഭേദമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് നിങ്ങൾ നടത്തുന്നത്. തുടർന്ന് ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങളെ വീണ്ടും ബാധിക്കാനും മതി. കൽക്കട്ട, അതായത് വെസ്റ്റ് ബംഗാൾ വരെ എല്ലാം കീഴടക്കിയ BJPക്ക് അടുത്ത ലോക്സഭാ ഇലക്ഷൻ ഒരു വാക്ക് ഇൻ ദ പാർക്കാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ വിരുദ്ധ വികാരം മൂലം നിങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനിടയുണ്ട്. 53 സീറ്റ് കിട്ടിയ 2019 ഇലക്ഷനിൽ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ നിന്ന് സീറ്റുകളുണ്ടായിരുന്നു. DMK സപ്പോർട്ടില്ലാത്തതിനാൽ ഇനി തമിഴ്നാട്ടിൽ നിന്ന് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ.
അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ നിങ്ങളുടെ പ്രസൻസ് ഷ്രിങ്ക് ചെയ്യാനും തന്മൂലം നിങ്ങൾ അപ്രസക്തമാവാനും സാധ്യതയുണ്ട്. സൗത്ത് ഇന്ത്യൻ റീജിയണൽ പാർട്ടി എന്ന നിലയിലേക്ക് നിങ്ങൾ അധപതിക്കാനും സാധ്യതയുണ്ട്. കോൺഗ്രസിന് റെലവൻസ് ഉണ്ടാകണമെങ്കിൽ, നാഷണൽ പാർട്ടിയായി നിലനിന്ന് BJPയെ എതിർക്കണമെങ്കിൽ, സഖ്യകക്ഷികൾ ആവശ്യമാണെങ്കിൽ കൂടെ നിൽക്കുന്ന DMK പോലുള്ള സഖ്യകക്ഷികളെ ബഹുമാനത്തോടു കൂടി പരിഗണിക്കണം. ബഹുമാനമില്ലാതെ നിങ്ങളെ പുച്ഛിക്കുന്ന TMC, RJD, SP മുതലായ കക്ഷികളെ പരിഗണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും വരാനില്ല. തുടർന്നെങ്കിലും നല്ല ഡിസിഷൻസ് എടുക്കുമെന്നും തങ്ങളുടെ ആശ്രിതരെ മാത്രമല്ല നല്ല നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇന്ത്യക്ക് ഒരു ഒപ്പോസിഷൻ ഇല്ലാതെ ഭരണം വരുന്നത് തികച്ചും അപകടകരമാണ്. അൺകണ്ടീഷണലായി ഏത് പാർട്ടി വളർന്നാലും ഒരു ഡെമോക്രസിക്ക് അത് ഡെത്ത് വാറണ്ടാണ്. അങ്ങനെ ഒരു സ്ഥിതി വന്നതാണ് അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായത്. അത് നാളെ മോദിക്ക് പകരം അല്ലെങ്കിൽ മോദിയോ അല്ലെങ്കിൽ മോദിക്ക് പകരം ആര് വന്നാലോ ഒരേ ഒരു പാർട്ടി അല്ലെങ്കിൽ എതിർപ്പില്ലാത്ത അവസ്ഥ അത്യന്തം അപകടകരമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡെമോക്രസിയുടെ വിജയത്തിനായി നല്ല രീതിയിൽ നല്ല ഡിസിഷൻ എടുക്കുവാൻ ഈ പാർട്ടിക്ക് കഴിയാത്ത ആ ഹൈ ആയിട്ടുള്ള സ്ഥിതിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ദയവായി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും കമൻറ്റും ലൈക്കും ഈ വീഡിയോയുടെ റീച്ച് കൂട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.